അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള 25 കണ്ടെയ്നറുകൾ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലത്തെ തീരങ്ങളിൽ അടിഞ്ഞത് 23 കണ്ടെയ്നറുകളാണ്. 24 എണ്ണം തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുകയാണ്. ആലപ്പാട്, ചെറിയഴിക്കൽ, നീണ്ടകര, പരിമണം, ശക്തികുളങ്ങര, മദാമത്തോപ്പ് എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറിനടുത്ത് നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം ആലപ്പുഴയിലും 2 കണ്ടെയ്നറുകൾ കണ്ടെത്തി. തറയിൽ കടവ് ഭാഗത്ത് നിന്നാണ് കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. കണ്ടെയ്നറിൽ ഉള്ളത് ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളാണോ എന്ന് സംശയമുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും ആലപ്പുഴ കളക്ടറും നിർദ്ദേശിച്ചു. ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്കിവിടെ തറയിൽ കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിര ഉണ്ടായതുകൊണ്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെയും അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓയിൽ സ്പിൽ നമ്മൾ ഇന്നലെ ഒരു ഡോണിയർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് കുറേയൊക്കെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇങ്ങോട്ടുള്ള ഇപ്പോൾ ഈ ഒന്ന് കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ സാൽവേജ് ടീം വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ MSCയുടെ ടീമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. MSCയുടെ ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു. അവിടെ ഒരു സാൽവേജ് ടീം ഒരു 10 പേരോളം വരുന്നുണ്ട്. ആലപ്പുഴയും മറ്റേ നമ്മുടെ കൊല്ലം തീരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന ഉടനെ അതിൻ്റെ ബാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ക്രമീകരണങ്ങൾ ചെയ്യും. നമുക്കൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു 10 കിലോമീറ്റർ ഭാഗത്ത് ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോരുമെന്നാണ് ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ, ദേവൻ MP എന്നിവരാണ് കൊല്ലത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ആദ്യം ഷമീർ അബ്ദുളിലേക്കാണ്. ഷമീർ, ആശങ്ക വേണ്ട, ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കൊല്ലം ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. കൊല്ലത്തെ എവിടെയൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്? ഇനി എത്ര കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് തീരത്തോട് ചേർന്ന്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിനിൽ, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ശേഷമാണ് ആദ്യ കണ്ടെയ്നർ ചെറിയഴിക്കലിലേക്ക് എത്തുന്നത്. ഇതിനുശേഷം അവിടേക്ക് ജില്ലാ കളക്ടറും മറ്റ് ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ പരിശോധനയ്ക്ക് എത്തുന്നു. അവിടെ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുമ്പോൾ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചവറ, പരിമണം, ശക്തികുളങ്ങര, മദാമത്തോപ്പ്, നീണ്ടകര, ചവറ, ശക്തികുളങ്ങര ഹാർബറുകളുടെ പ്രദേശം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ കണ്ടെയ്നറുകൾ അടിഞ്ഞൊരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 22ഓളം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നു. 20ഓളം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എൻ്റെ പുറകെ ഇപ്പോൾ 2 കണ്ടെയ്നറാണ് അവിടെ അടിഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 4 കണ്ടെയ്നറായി മാറി. നമുക്ക് തൊട്ട് മുമ്പിൽ ചുവന്ന നിറത്തിലുള്ള കണ്ടെയ്നറുണ്ട്. ഈ ചുവന്ന നിറത്തിലുള്ള കണ്ടെയ്നർ ഇപ്പോഴാണ് അടിഞ്ഞത്. അത് സിംഗിൾ കണ്ടെയ്നറാണ്. ഒരു കണ്ടെയ്നറിനുള്ളിൽ മറ്റൊരു കണ്ടെയ്നർ യോജിപ്പിച്ച നിലയിലാണ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റമുള്ള, കൂളിംഗ് സിസ്റ്റമുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. ഇതിൽ ചുവന്ന കണ്ടെയ്നർ ആദ്യമായിട്ടാണ് കൊല്ലം തീരത്ത് ഇപ്പോൾ ഇവിടെ അടുക്കുന്നത്. ഇതിൽ മുഴുവനും ലോഡാണ്. എന്താണ് ഇതിനകത്തുള്ളതെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് തുറന്നിരിക്കുന്ന ശക്തമായ തിരമാലകൾ അടിച്ചതുമൂലം അത് ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ട്. വെള്ളം അതിലേക്ക് ഇരച്ചു കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ നീണ്ടകര ശക്തികുളങ്ങര പുലിമൂട്ടിനോട് ചേർന്ന് 2 കണ്ടെയ്നറുകൾ അവിടെയും അടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊല്ലത്താകമാനം കണ്ടെയ്നറുകൾ വന്നടിയുന്നൊരു സാഹചര്യം. ഒരു ലൈഫ് ബോട്ട് വന്ന് അല്പസമയം മുമ്പ് അവിടെ അടിഞ്ഞിട്ടുണ്ട്. ഇനിയും കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കും. നമുക്ക് വിജയിച്ച് കുറച്ച് ദൃശ്യങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നേരെ ദൃശ്യങ്ങൾ കാട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു കണ്ടെയ്നർ ഇപ്പോൾ ഒഴുകി ഈ കടലിൻ്റെ ഈ വശത്തേക്ക് വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിനിൽ, ആളുകൾ ഇതിൻ്റെ 200 മീറ്റർ ചുറ്റളവിൽ കൂടരുത് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. എന്നാൽ എല്ലായിടത്തും വലിയ ആശ്ചര്യത്തോടുകൂടി ആളുകൾ ഇതിൻ്റെ പരിസരത്തേക്ക് എത്തുന്നു. ചിലയിടങ്ങളിൽ പരിമണത്തടക്കമുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വലിയ റോപ്പ് ഉപയോഗിച്ച് ഈ കണ്ടെയ്നർ വലിച്ചു കയറ്റുന്നൊരു സാഹചര്യം വരെ അല്പസമയം മുമ്പുണ്ടായി. എന്തായാലും ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ശക്തികുളങ്ങര ഹാർബറിലേക്ക് കസ്റ്റംസിൻ്റെ സംഘം എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് സംഘം കൊല്ലത്ത് എത്തിയിരിക്കുന്നു. ഇനി കസ്റ്റംസ് സംഘം എത്തി ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ക്രെയിൻ അടക്കമുള്ളവ എത്തിച്ച് വലിച്ചു കയറ്റിയ ശേഷം
ഇവിടെ വെച്ച് പരിശോധനയില്ല, അത് മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്തിച്ച് പരിശോധന നടത്താനാണ് കസ്റ്റംസിൻ്റെ നിലവിലുള്ള നീക്കം. കസ്റ്റംസിൻ്റെ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കൊല്ലത്ത് ശക്തികുളങ്ങര, നീണ്ടകര ഹാർബർ പ്രദേശങ്ങളിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ശക്തികുളങ്ങര ഹാർബറുണ്ട്. ആ ഹാർബറിൻ്റെ പരിസരത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ തീരത്തേക്ക് ഒഴുകി വരുന്നൊരു സാഹചര്യമുണ്ട്. എനിക്ക് തൊട്ടടുത്ത് തന്നെ 2 കണ്ടെയ്നർ ഒഴുകി വരുന്നു. അങ്ങനെ കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നത് കാണാം. ഒരു വെള്ള കണ്ടെയ്നർ അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഒഴുകി വരുന്നത് കാണാം. MSC എന്നും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചുവപ്പ് കണ്ടെയ്നർ ഷമീറിന്റെ തൊട്ടടുത്ത് കാണാം. നമ്മളെന്തായാലും സുരക്ഷിതമായ അകലത്തിലല്ലേ നിൽക്കുന്നത് ഷമീർ? ആളുകൾ അതിന്റെ തൊട്ടടുത്തുണ്ടോ? പോലീസ് ഉൾപ്പെടെ ഇല്ലേ അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ? കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് കണ്ടെയ്നറുകൾ അടിയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1/4 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പോലീസിൻ്റെ സേവനം ലഭിച്ചിട്ടില്ല. ആളുകൾ കൂട്ടമായി, നമ്മളിപ്പോൾ ഏതാണ്ട് 60 മീറ്റർ ഡിസ്റ്റൻസിലാണ് കണ്ടെയ്നറുടെ ബാക്കിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അടുത്തേക്ക് നമ്മൾ പോയിട്ടില്ല. പ്രത്യേക തരത്തിലുള്ള ഒരു മണം ആ കണ്ടെയ്നർ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനടുത്തേക്ക് പോയിട്ടില്ല. 60 മീറ്റർ മാറ്റി, അതായത് അനുവദിക്കപ്പെട്ട ദൂരത്തിൽ 200 മീറ്റർ പൊതുജനങ്ങൾക്ക് അനുവദിക്കുമ്പോഴും 60 മീറ്റർ അകലത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 60 മീറ്റർ മാറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സൂം ചെയ്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരക്ഷിതമായ അകലത്തിലാണ് ന്യൂസ് മലയാളത്തിന്റെ ടീം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ആണ് നമുക്കൊപ്പം തത്സമയം വിവരങ്ങളുമായി ചേരുന്നത്. ഇനി ആലപ്പുഴയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേവൻ, കൊല്ലത്തെ സാഹചര്യം ഷമീർ ഇപ്പോൾ വിശദമാക്കി. അവിടെ കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1/2 മണിക്കൂർ മുൻപ് കൂടുതൽ കണ്ടെയ്നറുകൾ വന്നിട്ടുള്ള ഒരു ബീച്ചിലാണ് ഇപ്പോൾ ഷമീർ നിൽക്കുന്നത്. ദേവൻ എവിടെയാണ് ഉള്ളത്? അവിടെ എത്രത്തോളം കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്? ഇതിൽ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള തറയിൽക്കടവ് എന്നുള്ള ഭാഗത്താണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു കണ്ടെയ്നർ, അതായത് 2 കണ്ടെയ്നറുകൾ ചേർത്ത് വെച്ച് രീതിയിലുള്ള ഒരു വലിയ കണ്ടെയ്നർ ഇവിടെയാണ് ഇപ്പോൾ ഈ തീരത്തോട് അടിഞ്ഞിരിക്കുന്നത്. ഏകദേശം രാവിലെയോട് കൂടി തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് നിന്നും ഏകദേശം വടക്കോട്ട് മാറി ഒരു 50 മീറ്ററോളം വടക്കോട്ട് മാറിയായിരുന്നു നാട്ടുകാർ ആദ്യം കണ്ടെയ്നർ കണ്ടത്. പിന്നീട് ശക്തമായ തിര ഈ മേഖലകളിലുണ്ട്. അത് പിന്നീട് ഈ കണ്ടെയ്നർ ഈ പുലിമുട്ടിലേക്ക്, പാറകൾ അടുക്കിയിരിക്കുന്ന മുട്ടിലേക്ക് അടുക്കുകയായിരുന്നു. ഈ കണ്ടെയ്നർ തുറന്ന നിലയിലാണ് ഇവിടെ തീരത്ത് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊല്ലത്തെല്ലാം കണ്ടതുപോലെ തന്നെ കണ്ടെയ്നറിനുള്ളിൽ എന്താണെന്നുള്ളൊരു സംശയമെല്ലാം ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നർ തുറന്ന നിലയിലാണ് ഈ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഈ തുറന്ന കണ്ടെയ്നറിൽ നിന്നും ചുമന്ന നിറത്തിലുള്ള ബോക്സുകൾ ഇപ്പോൾ ഈ പാറക്കെട്ടുകൾക്ക് മുകളിലായി കിടപ്പുണ്ട്. അതിൽ സോഫ്റ്റെക്സ് എന്നുള്ള ഒരു കമ്പനിയുടെ പേര് ആ ബോക്സിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിൻ്റെ സമീപത്തേക്ക് പോയി അത് ആദ്യം ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിൽ അത് എന്ത് വസ്തുവാണെന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ട് നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കോട്ടൺ തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ മേഖല ആകെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മേഖല ആകെ തന്നെ ഈ കയർ കെട്ടിക്കൊണ്ട് ഈ കണ്ടെയ്നർ കിടക്കുന്നതിൽ നിന്നും 200 മീറ്റർ മാറി തീരദേശ മേഖലയിൽ ഏകദേശം ഈ കണ്ടെയ്നർ കിടക്കുന്നതിൻ്റെ 2 വശത്തുമായി വലിയ നീളത്തിൽ ഈ കയർ കെട്ടി ഇപ്പോൾ ഈ മേഖലയെ തിരിച്ചിട്ടുണ്ട്. ഇതിനടുത്തേക്ക് തന്നെ ആരും കടക്കാനൊന്നും ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ സമീപത്തെല്ലാം തന്നെ നിരവധി വീടുകളുള്ളതാണ്. ഇവിടെയെല്ലാം ആദ്യഘട്ടത്തിൽ നിരവധി നാട്ടുകാർ എല്ലാവരും തന്നെ ഇതിൻ്റെ ഇവിടെ റോഡുകളിലെല്ലാം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോഡിൽ നിന്നും പൂർണ്ണമായും ആൾക്കാരെ എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, ഈ ഉദ്യോഗസ്ഥരും പിന്നെ മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഈ റോഡിൽ പോലും ഉള്ളത്. അതിൻ്റെ സമീപത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്ത് നിന്നും ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്.